ഒന്ന് കുറ്റങ്ങൾ സംഭവിപ്പിക്കാൻ വേണ്ടി ടോർച്ചർ ചെയ്യുന്നതാണ്. അവിടെ കൈ കാണാൻ പറ്റും. ആ കൈ ഇതാണ് വൈറ്റ് റൂം എന്ന് പറയുന്നത്. ഇത് ജയിലിലെ ഒരു ഭയാനകമായ ഒരു സെല്ലാണ്. ഈ രാജ്യത്ത് ഏതാണ്ട് 5 ലക്ഷം തടവുകാരാണ് ഉള്ളത്. വിങ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നസറുകുട്ടി. ഞാനിന്ന് നിൽക്കുന്നത് എറണാകുളം ടൗൺ ഹാളിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച ഓറഞ്ച് ജംപ് സ്യൂട്ട് എക്സിബിഷനിലാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 300ഓളം FIRകളാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓറഞ്ച് സ്യൂട്ട് എക്സിബിഷൻ്റെ സെൻറ്ററിൽ നിന്നുകൊണ്ടാണ്. ഈ രാജ്യത്ത് ഏതാണ്ട് 5 ലക്ഷം തടവുകാരാണ് ഉള്ളത്. അതിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം വിചാരണ തടവുകാരാണ്. എന്താണ് തെറ്റ്, അവർ ചെയ്ത കുറ്റം എന്തെന്ന് അറിയാത്തതിൻ്റെ പേരിൽ 20 വർഷവും 25 വർഷവും ജയിലിൽ കിടന്നതിന് ശേഷം നിരപരാധിയായി കണ്ട് പുറത്തേക്ക് വിടുന്ന ഒരുപറ്റം മനുഷ്യർ നമ്മുടെ രാജ്യത്ത് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, അവരനുഭവിച്ച യാതനകൾ അത് ദൃശ്യവൽക്കരിക്കുന്ന ഒരു എക്സിബിഷനാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ നാട്ടിൽ എങ്ങനെയാണ് ഭരണകൂടവും അതിൻ്റെ സംവിധാനങ്ങളും ഒരു ജനവിഭാഗത്തെ വിശിഷ്യ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്നതെന്നും അവരുടെ അവകാശങ്ങൾ ഏത് വിധത്തിലാണ് റദ്ദ് ചെയ്യപ്പെടുന്നതും എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നാളെ നടക്കുന്ന ഒരു ഇവൻറ്റിൽ, ഒരു സമ്മേളനത്തിൽ ഇതിൽ ഇരകളാക്കപ്പെട്ട അനേകായിരം ആളുകൾ, അനേകം മനുഷ്യർ, ഏതാണ്ട് 70ഓളം മനുഷ്യർ ഇതിൽ പങ്കെടുക്കുകയും അവരുടെ അനുഭവങ്ങളും അവരനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് മുമ്പാകെ വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യാവകാശ പോരാട്ടത്തിൻ്റെ ഏറ്റവും ഐതിഹാസികമായ ഒരു എക്സിബിഷനും സമ്മേളനവുമാണ് നടക്കുന്നത്. ഇതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇവിടുത്തെ ഭരണകൂടവും സംവിധാനവും ഇവിടുത്തെ പൗരന്മാരോട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓറഞ്ച് ജംപ് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ പല വിഷ്വൽസുകളും നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് മനുഷ്യരെന്ന് ഒരു പക്ഷേ നമ്മൾ വിളിക്കാതെ മാറ്റിവെക്കുന്ന ഈ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്നൊരു വിഭാഗം അവരനുഭവിക്കുന്ന തീവ്രമായ പീഡനങ്ങളുടെ കഥ പറയുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ എക്സിബിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജയിലുകളിൽ കിടക്കുന്ന 5,75,000-ലധികം വരുന്ന മനുഷ്യരിൽ
70% ആളുകളും അണ്ടർ ട്രയൽസാണ്. അവർ ക്രിമിനലുകളായി ഈ കോടതികളോ നമ്മുടെ സംവിധാനങ്ങളോ ഇതുവരെ വിധിച്ചിട്ടില്ല. പക്ഷേ 10 വർഷവും 15 വർഷവും 20 വർഷവുമൊക്കെയായി കൊടും പീഡനങ്ങളിലൂടെ ആ മനുഷ്യർ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്ന, മനുഷ്യാവകാശത്തിന് വേണ്ടി നമ്മളും ശബ്ദിക്കേണ്ടതുണ്ട് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു എക്സിബിഷനിടയിലൂടെയാണ്. യഥാർത്ഥത്തിൽ അതിനുവേണ്ടിയാണ് സോൾഡാറ്റ് യൂത്ത് മൂവ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു എക്സിബിഷൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ജയിലിലെ ടോർച്ചറിങ്ങിനെ കാണിക്കുന്ന 2 സെല്ലുകളാണിത്. ഒന്ന് കുറ്റങ്ങളെ സംഭവിപ്പിക്കാൻ വേണ്ടി ടോർച്ചർ ചെയ്യുന്നതാണ്. അവിടെ കൈ കാണാൻ പറ്റും, ആ കൈ സൂചിപ്പിക്കുന്നത് പോലീസ് ബാക്കിൽ നിന്ന് ഉപദ്രവിക്കാൻ കാണിക്കുന്നത്. ഇത് വേറെ രീതിയിലുള്ള ടോർച്ചറിങ് ആണ്, കുറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി. ഇന്ന് കുറച്ച് മുമ്പ് ആമിർ ഖാൻ എന്നൊരാൾ വരുന്നുണ്ട്, നിങ്ങൾ അവിടെ ചിത്രം കണ്ടിട്ടുണ്ടാവും. ഒരു 5000 ദിവസത്തോളം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ടോർച്ചറിങ് ചെയ്ത ഒരു രൂപമാണ്. എന്തെങ്കിലും കിടത്തിയിട്ട് 2 പോലീസുകാർ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യും, വെള്ളം ഭയങ്കര ഫ്ലോയിൽ ഒപ്പിച്ചിട്ട് ടോർച്ചറിങ് രൂപമാണ്. ഇതാണ് വൈറ്റ് റൂം എന്ന് പറയുന്നത്. ഇത് ജയിലിലെ ഒരു ഭയാനകമായൊരു സെല്ലാണ്. ഇത് ഉള്ളിൽ കയറിക്കാൻ മനസ്സിലാവും. നമ്മൾ പുറത്ത് കുറേ നിറങ്ങൾ കണ്ടിട്ടാണ് വന്നത്. ഈ ഉള്ളിൽ കയറിയപ്പോൾ ഫുള്ള് വൈറ്റാണ്. നമ്മുടെ നിറങ്ങൾ കാണാനാണ് നമ്മുടെ കണ്ണ്. നമ്മളൊരു കളർ മാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് എന്തിട്ടും കാഴ്ചക്കുറവ് പറ്റും. ഒരു മാനസികാവസ്ഥ മൊത്തം എന്തായും തകരാറാവും. ഒരു മുട്ടേൻ്റെ ആകൃതിയിലുള്ള സെല്ലാണ് ഈ ശരിക്കും ഒരു ജയിലിൽ. എന്താ ഇങ്ങനെ ബൾബ് പോലും നിലവിലുണ്ടാവില്ല. ഈ സെല്ലും വൈറ്റ് റൂം ടോർച്ചറും രണ്ടും ഭയാനകമായ സംഭവമാണ്.